അമ്മേ, കൈകാലുകൾ കെട്ടി അകപ്പെട്ടൊരവസ്ഥയില്ല ഞാൻ. എനിക്ക് വേറെ ഒന്നും വേണ്ട. സുഖമോ സൗകര്യങ്ങളോ ഒന്നും ഞാൻ ചോദിക്കില്ല. എന്റെ സൂര്യ സാറിന്റെ അടുത്തിരിക്കാനുള്ള സ്വാതന്ത്ര്യം, സാറിനെ പരിചരിക്കാനുള്ള അവകാശം, അത് മാത്രം എനിക്ക് സാധിച്ചെന്നാ മതി. സൂര്യ സാറിനെ ഞാൻ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോ. സൂര്യ സാർ എന്നെ വിളിക്കുന്ന ഓരോ വിളിയും ആത്മാർത്ഥതയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ സൂര്യ സാറിൽ നിന്നും വേർപിരിക്കരുത്. സൂര്യ സാറിന്റെ അസുഖം പെട്ടെന്ന് ഭേദമാക്കണേ. ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ? യതീന്ദ്രൻ സാറിനെ വിളിച്ച ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. പക്ഷെ നമ്പർ എനിക്കറിയില്ല. ആരതിയുടെ അടുത്ത് പോയ നമ്പർ കിട്ടും. പക്ഷെ അങ്ങനെ ഞാൻ വിളിച്ച പത്മ മാഡം പ്രതികാരം ചെയ്യുന്നത് എന്റെ കുടുംബത്തിനോടായിരിക്കും. അത് പാവങ്ങളെ താങ്ങില്ല. വേണ്ട, എന്റെ സങ്കടങ്ങള് ഇന്നലെ തന്നെ ഒതുങ്ങിക്കോട്ടെ. അത് പങ്കിടാൻ ആരും വേണ്ട. എന്താ സാർ? SI സാറിന്റെ അടുത്തോട്ട് വാടോ. സാറേ, എന്റെ പേപ്പേഴ്സ് ക്ലിയർ ആണ്. വരാൻ പറഞ്ഞില്ലേ? ചെല്. ഗുഡ് മോർണിംഗ് സാർ. സാർ, എന്റെ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. ഞാൻ എടുത്ത് കാണിക്കാം. പേപ്പേഴ്സൊക്കെ അവിടെ ഇരിക്കട്ടെ. എങ്ങോട്ടാ പോകുന്നേ? സാർ, ഞാനിവിടെ പത്മ ഇൻഡസ്ട്രീസിലെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാം. ഓഫീസിനെ കുറിച്ച് ബില്ലും വൗച്ചേഴ്സുമായിട്ട് പത്മ മേഡത്തിന്റെ അടുത്തേക്ക് പോവാ. എന്താ നിന്റെ പേര്? വിവേക്. ബാഗിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. മേഡത്തിനോടൊക്കെയുള്ള ബില്ലും വൗച്ചേഴ്സും മാത്രമേ ഉള്ളൂ? ആ അതെ സാർ. അത് പരിശോധിക്കടോ. സാർ, ബാഗ് കൊടുക്ക്. ബാഗ് എടുക്കണോ? അങ്ങോട്ട് കൊടുക്കണോ? അതെ സാർ, ഇത് ഇത്രയും റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും പിന്നെയും എന്തിനാ ഇങ്ങനെ ഒരു പരിശോധന? ഞാൻ ആരെ പരിശോധിക്കണ്ട തീരുമാനിക്കണതേ നീയല്ല. സാറേ, ഇത്രയും രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് എന്തിനാ? ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതല്ലേ? ഓ, അപ്പൊ നിയമമൊക്കെ നന്നായിട്ട് അറിയാല്ലേ? അത്യാവശ്യം വേണ്ട പൊതു അറിവുകളുണ്ട് സാർ. എടോ, നോക്കിക്കൊണ്ടിരിക്കാൻ ബാഗ് പരിശോധിക്കണോ? സാർ, എടുക്കടോ. കൊടുക്കണോ? അങ്ങോട്ട് എടുക്ക്. ഇതിൽ കുറെ പണമുണ്ട് സാർ. അതെടുക്ക്.
ഈ പണം എവിടെ നടാ? സർ, ഓഫീസിൽ നിന്ന് ഞാൻ എടുത്തത് ബില്ലുകൾ മാത്രമാണ്. പിന്നെ പണം എങ്ങനെ ബാഗിൽ വന്നു എന്ന് സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ സർ. പൊതുകാര്യം മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ നിനക്കുണ്ട്. പക്ഷേ സ്വന്തം ബാഗിൽ വന്ന പണത്തിന്റെ സോഴ്സ് മാത്രം നിനക്കറിയില്ല. സർ, ഇക്കാലത്ത് ഒരാൾക്ക് എത്ര പണം കൈവശം വയ്ക്കാൻ പറ്റുമെന്ന് അറിയാമോ? സർ, അത് ഈ പണം നിന്റേതാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ലെങ്കിൽ ഈ പണം മറ്റൊരു ആവശ്യത്തിനാണ് എടുത്തതെങ്കിൽ ഈ പണം പിൻവലിച്ചതിന് തെളിവുണ്ടോ? സാറേ, സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പത്മ മാഡത്തിനെ ഫോണിൽ വിളിക്കാം. സാറിന് പത്മ മാഡത്തിനോട് സംസാരിക്കാം. പത്മ ഇൻഡസ്ട്രീസിൽ നിന്ന് 10 ലക്ഷം രൂപ നീ മോഷ്ടിച്ചുവെന്ന് ഇതേ പത്മ മാഡം തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ അവിടുന്ന് മോഷ്ടിക്കുന്നേ? അതെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ സ്ഥാപനം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. ഇപ്പോ പണം നിന്റെ ബാഗിലുണ്ടല്ലോ. ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിന്റെ കാര്യവും പറഞ്ഞു. സോ കിട്ടിയ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ നീ കുറ്റവാളിയാണ്. സാർ ഒന്ന് ചുമ്മാ ഇരുന്നേ. ഒന്നും അറിയാത്ത എന്നെ കള്ളനാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഇത് സമ്മതിച്ചു തരില്ല സാർ. സാറ് വേണമെങ്കിൽ എൻ്റെ കൂടെ പത്മ മാഡത്തിന്റെ അടുത്തേക്ക് വാ. അങ്ങനെ ഒരു കംപ്ലൈന്റ് പത്മ മാഡം തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവരോട് ചോദിക്കണം. അങ്ങനെ നീ വിളിക്കുന്ന അടുത്ത് വരണമെങ്കിലേ നീ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി ശമ്പളം കൊടുത്ത് കുറച്ച് ആൾക്കാരെ വയ്ക്കണം. പക്ഷെ എന്ത് ചെയ്യാടാ, ഞങ്ങൾക്ക് ശമ്പളം തന്ന സർക്കാരായി പോയില്ലേ. നോക്കി നിൽക്കുക, ഇവനെ പിടിച്ച് വണ്ടി കയറ്റണോ? നടക്കടാ. സാർ എന്തായി ചെയ്യുന്നേ? ഞാൻ സമ്മതിക്കില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ. മര്യാദയ്ക്ക് കയറുന്നുണ്ടോ നീ? ഇല്ല സാർ, ഞാനിത് സമ്മതിച്ചു തരില്ല. എന്നെ കരുതിക്കൂട്ടി ആരോ ചതിച്ചതാ. നിങ്ങൾ എന്താണ് നോക്കിയിരിക്കണേ? പിടിച്ച് കയറ്റിയവനെ. സാർ സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ് സാർ, ദയവായി ഞാൻ പറയുന്നത് കേക്ക്. പത്മ മേഡം ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറയില്ല. ഞാൻ എപ്പോഴും അവിടെ പോകാറുള്ളതാ. സാർ പ്ലീസ് സാർ, എനിക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നവരാ സാർ. മിണ്ടായിരുന്നോണം കേട്ടല്ലോ. നടക്കാൻ അടുത്ത് കേടാത്ത് നടക്കങ്ങോട്ട് സാർ. കൊണ്ടുപോ. സാർ ഞാൻ പറയുന്നത് കേക്ക് സാർ. സാർ സാർ, സത്യം ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. പ്ലീസ് സാർ. ഈ ബൈക്ക് എടുത്ത് ജീപ്പിന്റെ പുറകെ വാ. ശരി സാർ. സാർ ദയവായി ഞാൻ പറയുന്നത് കേക്ക്.